ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ട്. ഞാനിന്ന് കിച്ചണിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ നാളായി ഒരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആപ്പിൾ ക്രംബിൾ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ മോനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത ഒരാളാണ്, ആൾക്ക് വരെ ഇത് ഇഷ്ടപ്പെട്ടു. മോനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ റെസിപ്പി പഠിച്ചതും ഉണ്ടാക്കിയതും ഒക്കെ. ഈസി ആയിട്ട് എല്ലായിടത്തും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇതിന് പേര് കേട്ടിട്ട് പേടിക്കേണ്ട, ഫാൻസി ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് ആപ്പിളാണ്. അപ്പോൾ ഞാൻ പല വെറൈറ്റി ഓഫ് ആപ്പിൾസ് എടുത്തിട്ടുണ്ട്. ഗ്രാനി സ്മിത്ത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ റോയൽ ഗാല ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിങ്ക് ലേഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു വെറൈറ്റി മതിയാവും. ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പല ആപ്പിൾസിനും പല ഫ്ലേവറാണ്. ചില ആപ്പിളിന് ഇച്ചിരി പുളി കൂടുതലായിരിക്കും, ചിലതിന് മധുരം കൂടുതലായിരിക്കും. അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെയൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ കിട്ടിയില്ലെങ്കിൽ ലൈം ആണെങ്കിലും മതി, നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതാണെങ്കിലും മതി. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ജാതിക്കയാണ്, നമ്മുടെ നാട്ടിലെ ജാതിക്ക നട്ട്മഗ്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ, അത് നമ്മുടെ വീട്ടിലെല്ലാം കാണും. പിന്നെ വാനില എസൻസ് വേണം. പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഷുഗർ ഇട്ടാലും മതിയാവും. പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്, ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതും ബ്രൗൺ ഷുഗർ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് മൈദയാണ് വേണ്ടത്, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ ഗ്രനോള എടുത്തിട്ടുണ്ട്. ഗ്രനോളയും ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി എടുത്തതേ ഉള്ളൂ. അതും ഇതിന് നിർബന്ധമായ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമല്ല. പിന്നെ ഒരു പിഞ്ച് സോൾട്ട് വേണം. അപ്പം ഈ ഒരു റെസിപ്പിക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതിൽ ഈ ഒരു ജാതിക്ക പൊടിച്ചത്, പിന്നെ ഈ ഗ്രനോള, പിന്നെ ബ്രൗൺ ഷുഗർ, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് എക്സ്ട്രാ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് സാധാരണ വൈറ്റ് ഷുഗർ ആഡ് ചെയ്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഷുഗർ ഫുള്ളായിട്ട് ഷുഗർ തന്നെ ആഡ് ചെയ്താൽ മതി. പിന്നെ ഗ്രനോള ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ ഓവൻ ഡിഷിലാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ, ഹസ്ബൻഡ്, ഞാനും മോനും. വലിയ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിഷിന് പറ്റിയ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിരിക്കുന്നത്. ആപ്പിൾ ആണെങ്കിലും എല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ആപ്പിൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഓവന് വെക്കാനുള്ള ആ ഡിഷിന് പരുവമായിട്ടൊരു 4 ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഏകദേശം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇതുപോലെ കാരമലൈസ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷിന് ഒരു നട്ടി ഫ്ലേവർ കിട്ടും. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക നമ്മുടെയൊക്കെ മധുരത്തിന് അനുസരിച്ച്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡും ആപ്പിളും കൂടെ. അപ്പം നിങ്ങളിവിടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഷുഗർ ആഡ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കളറും ആ ഒരു ആപ്പിൾ നല്ല കാരമലൈസ് ആയിട്ട് കിട്ടാനായിട്ട് ഷുഗറും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ലെമണിൻ്റെ സെസ്റ്റ് ആഡ് ചെയ്യാം. ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ആ ലെമണിൻ്റെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വൈറ്റ് പാർട്ട് കാണുന്നവരെ, അങ്ങനെയാണ്, വൈറ്റ് പാർട്ട് ഇടരുത്, കഴിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ലെമൺ സെസ്റ്റ് ഇടാം. അപ്പോൾ ലെമൺ ഇല്ലെങ്കിൽ ലൈമിൻ്റെ സെസ്റ്റ് ആണെങ്കിലും ഇട്ടാൽ മതിയാവും. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇടുവാണ്, നല്ലൊരു ഫ്ലേവർ തരും. അതിനുശേഷം പട്ട പൊടിച്ചത്, സിനമൺ പൗഡർ കുറച്ച് ആഡ് ചെയ്യാണ്. ഇതിനൊന്നും ഒരളവൊന്നുമില്ല, ഒരു 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും.
അപ്പോൾ ആപ്പിളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ജാതിക്ക ഇടാം. അപ്പോൾ ജാതിക്ക പൊടി ഇടുന്നതിലും നല്ലത് ഇതുപോലത്തെ ഡ്രൈഡ് ആയിട്ടുള്ള ജാതിക്ക ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഫ്ലേവർ തരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ജാതിക്ക ഇല്ലെങ്കിൽ സിനമൺ പൗഡർ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇനി ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിൽ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ലിഡ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്യാം. ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. ആ ടൈമിൽ നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 4-5 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു തവി. പിന്നെ അതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗറേ ഉള്ളെങ്കിൽ അത് ആഡ് ചെയ്താൽ മതിയാവും, ബ്രൗൺ ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു മിക്സിലോട്ട് ഞാൻ സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത്. അതൊരു കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യണം, എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച ലെമൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലെമൺ സെസ്റ്റും കൂടെ ഈ ഒരു മിക്സിലോട്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ചായിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സിലോട്ട്. അപ്പോൾ ബട്ടർ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളെന്താ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നത് പോലെ നമ്മൾ നനച്ചെടുക്കുക. അപ്പം ഒരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കരുത്, അത്രയും ബട്ടർ കൂടിപ്പോകരുത്. അതാണ് കുറച്ചായിട്ട് ബട്ടർ ആഡ് ചെയ്ത് നോക്കുക. അപ്പം നമ്മളെന്താ കയ്യിലൊന്ന് ഞെക്കി നോക്കുമ്പോൾ നമ്മുടെ പുട്ടിനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതേ സെയിം കൺസിസ്റ്റൻസിയാണ് ഇതിനും വേണ്ടത്. നമ്മൾ കയ്യിലൊന്ന് മുറുക്കെ പിടിക്കുമ്പോൾ അതൊന്നൊരു ഉരുളയായിട്ട് വരണം. ആ ഒരു രീതിയിൽ നമ്മളിതിനെ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാവണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഉരുളകളാകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതാ ഇതുപോലെ പുട്ട് നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ആയാൽ മതിയാവും. ഇനി ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്രനോള ആഡ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ കുറച്ചുകൂടെ ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പം ഇതൊന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ഈ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ഞാനിത് ഓട്സ് വെച്ചും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഈ ഗ്രനോള ആഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സാധാരണ ഓട്സ് ആഡ് ചെയ്ത് അതും നല്ല ടേസ്റ്റാണ്. അതൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്രഞ്ചിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഫ്ലേവറിങ് കാര്യങ്ങൾക്കും ഒന്നും ആയിട്ടല്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. അപ്പോഴത്തേനും ഇതാ നമ്മുടെ ആപ്പിൾ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രം നന്നായിട്ട് ബട്ടർ വെച്ചിട്ട് ബ്രഷ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ ഓൾറെഡി ബട്ടർ വെച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത പാത്രമാണിത്. അപ്പം അതിലേക്ക് നമ്മൾ ആപ്പിൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഓവനിലല്ലാതെ സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യത്തില്ലേ സ്റ്റൗ ടോപ്പിൽ, അതുപോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, ഓവൻ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ ആ മൈദയുടെ മിക്സ് അത് നമ്മൾ ഇട്ട് നനച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഐറ്റം ക്രംബിള് നമുക്ക് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഇടാം. ഈ ഒരു 2 ലെയറേ ഉള്ളൂ. ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം, കാരണം ആ ഒരു ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. അതും ആപ്പിളും കൂടെ ഒരുപോലെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് ഒട്ടും കുറയ്ക്കരുത്. എല്ലാ സൈഡിലും എത്തുന്നത് പോലെ ഞാൻ നന്നായിട്ട് അത് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ കുറച്ച് ഉരുളകളായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യേണ്ട, അതങ്ങനെ കടന്നോട്ടെ. അത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ എല്ലാ സൈഡിലേക്കും ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ആണ് ഇത് കുക്ക് ചെയ്യാനുള്ള സമയം. ഇതിൻ്റെ മേൽഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ആ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റേത് 18 മിനിറ്റ്സ് ആണ് എനിക്ക് കറക്റ്റായിട്ട് എടുത്തത്. അപ്പോൾ ഓരോ ഓവൻ്റെയും അനുസരിച്ചിരിക്കും അത്. അപ്പം ഒരു 18 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിൽക്കുകയാണ് ഇതിന് ചുറ്റും നല്ലതായിട്ട് തിളയ്ക്കുന്ന കണ്ടില്ലേ. പിന്നെ ആ മേൽഭാഗം ഫുൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണല്ലോ. ഒരുപാട് ടൈം ഒന്നും ഇതിനു വേണ്ടി കളയേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു റെസിപ്പി നമ്മൾ സെർവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഐസ്ക്രീം അല്ലെ കസ്റ്റേർഡ്, ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ.
അപ്പോൾ ഞാൻ ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് ഐസ്ക്രീം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധാരണ വാനില ഐസ്ക്രീമാണ് വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. എന്നാ പറയുക, നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ഈ ഒരു ക്രംബിളും പ്ലസ് നല്ല തണുത്ത ഐസ്ക്രീമും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കസ്റ്റേർഡും നല്ല ടേസ്റ്റാണ് ഇതുമായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി റെസിപ്പിയാണ്, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. Thank you all for watching my video. Please like, share and subscribe to my YouTube channel. See you all. Bye.